ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SDPIയുമായോ ജമാഅത്തെ ഇസ്ലാമിയുമായോ ഇടതുപക്ഷം ഒരു കാലത്തും ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDFനെ പരാജയപ്പെടുത്തുക എന്നതാണ് CPMഉം BJPയും തമ്മിലുള്ള അന്തർധാരയെന്ന് രമേശ് ചെന്നിത്തല. ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ പ്രസിദ്ധമായ മാനാഞ്ചിറ അയ്യപ്പൻ വിളക്ക്. അറുപതാണ്ട് പൂർത്തിയാക്കുന്ന ഫാദർ ജോസ് പുളിക്കത്തറയുടെ പൗരോഹിത്യ വജ്രജൂബിലി ആഘോഷങ്ങൾ ഡിസംബർ 3-ന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. SDPIയുമായോ ജമാഅത്തെ ഇസ്ലാമിയുമായോ ഇടതുപക്ഷം ഒരു കാലത്തും ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളുമായി സംവാദം നടത്തി. കാലിക്കറ്റ് പ്രസ് ക്ലബിലാണ് മീറ്റ് ദ ലീഡർ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും അദ്ദേഹം വിശദീകരിച്ചു. ഏകപക്ഷീയമായി SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ ഇങ്ങോട്ട് വന്ന് പിന്തുണ നൽകുന്നതിന് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. RSS സംഘപരിവാർ ഭീഷണി എക്കാലത്തും നേരിടുന്നത് CPM ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPIയും ലീഗും കോൺഗ്രസും ചേർന്ന ഒരു വർഗീയ കൂട്ടുകെട്ടാണ്. അത് ന്യൂനപക്ഷ വർഗീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. മറുഭാഗത്ത് BJPയും അതുപോലെ തന്നെ RSS സംഘപരിവാർ വിഭാഗവും ഭൂരിപക്ഷ വർഗീയതയാണ്. ഇത് രണ്ടും ശക്തിയായ രീതിയിൽ എതിർക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, പ്രത്യേകിച്ച് CPIMനെയാണ്. ഈ രണ്ട് എതിർപ്പിനെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടാൻ പോകുന്നത്. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഒരു പുതിയ തലത്തിലേക്കാണ് ഉയരുന്നത്. കേരളത്തിൻ്റെ വളർച്ച, വികാസം എന്ന് പറയുന്നത് അദാനിയുടെയും അംബാനിയുടെയും വളർച്ചയല്ല, സാധാരണ ജനങ്ങളുടെ ജീവിത മെച്ചപ്പെടുത്തലാണ്. അതിലാണ് ഇടതുപക്ഷത്തിൻ്റെ ഊന്നൽ, അതാണ് ബദൽ. ഈ ഒരു വികസന പരിപ്രേക്ഷ്യം ലോകത്തിന് തന്നെ കേരളം ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഒരു ബദൽ നിലപാടിൻ്റെ ഭാഗമായിട്ട് നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റമാണ് എന്ന് കാണാൻ കഴിയും. പരിപാടിയിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി A മെഹബൂബ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി BK സജിത്, വൈസ് പ്രസിഡന്റ് A ബിജുനാഥ്, ജോയിന്റ് സെക്രട്ടറി സയ്യിദ് അലി ശിഹാബ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UDFനെ പരാജയപ്പെടുത്തുക എന്നതാണ് CPMഉം BJPയും തമ്മിലുള്ള അന്തർധാരയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ബേപ്പൂരിൽ UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. UDF കുടുംബസംഗമം ബേപ്പൂരിൽ നടന്നു. AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. UDFനെ പരാജയപ്പെടുത്താൻ പിണറായി വിജയൻ RSSുമായി കൈകോർക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മോദിയും പിണറായിയും ഒരേ തൂവൽ പക്ഷികളാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. എല്ലാ മേഖലകളിലും കൊള്ളയാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ടവരുടെ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നില്ല, കുട്ടികളുടെ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, മാത്രമല്ല ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ ഒന്നുപോലും നടപ്പാക്കുന്നില്ല. PM-ശ്രീ ഞാൻ പറഞ്ഞു, PM-ശ്രീ എന്തിനാണ്? പ്രധാനമന്ത്രിയുമായി ചേർന്ന് പിണറായി വിജയൻ നടത്തിയ ഒരു കാര്യം, അത് തെറ്റായ ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് നടപ്പാക്കി. കാരണം മോഡിയും പിണറായിയും തമ്മിൽ ഒരേ തൂവൽ പക്ഷികളാണ്. ഉമ്മൻചാണ്ടി എന്നെ മുഖ്യമന്ത്രി ജനസമ്പർക്കം നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനമുണ്ടായി. അദ്ദേഹം രാവിലെ 8 മണി മുതൽ രാത്രി
പിറ്റേ ദിവസം രാവിലെ വരെ നിന്ന് ഈ കിട്ടുന്ന അപേക്ഷകളൊക്കെ വാങ്ങിച്ചൊപ്പിടുമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഈ പിണറായി വിജയന്റെ കയ്യിൽ ആരെങ്കിലും ഒരു പരാതി കൊടുത്ത് ആ പരാതി അദ്ദേഹം വാങ്ങിച്ച് ഒരു ഉത്തരവിടുകയാണെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ 2 പവന്റെ സ്വർണ്ണ മോതിരം കൊടുക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരാൾ പോലും വന്ന് എന്നോട് പറഞ്ഞില്ല മുഖ്യമന്ത്രി എന്റെ പെറ്റീഷൻ നേരിട്ട് വാങ്ങിച്ച് ഉത്തരവിട്ടു. 49-ാം വാർഡ് UDF കമ്മിറ്റി പ്രസിഡന്റ് അഷറഫ് പുത്തൻവീട്ടിൽ അധ്യക്ഷനായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ, KPCC അംഗം MP ആദം മുൽസി, K സുൽഫിക്കർ അലി, VP ജബ്ബാർ, K ഗംകേഷ്, M മുഹമ്മദ് കോയ ഹാജി തുടങ്ങിയവരും സംബന്ധിച്ചു. സ്ഥാനാർത്ഥികളായ KK സുരേഷ്, മുരളി ബേപ്പൂർ, KV പ്രജീഷ്, ഷമി കൃഷ്ണൻ, രശ്മി ദാസ്, C നൌഫൽ, CP ശ്രീകല എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കോഴിക്കോട്ടെ പ്രസിദ്ധമായ മാനാഞ്ചിറ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് പേരാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിലും മറ്റുള്ള ചടങ്ങുകളിലും പങ്കെടുത്തത്. നഗരം ശരണമന്ത്രങ്ങളിൽ മുഴുകി മാനാഞ്ചിറ അയ്യപ്പൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. അയ്യപ്പ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ മുതലക്കുളം ഭദ്രകാളി ക്ഷേത്ര പരിസരത്ത് നടന്ന വിളക്കുത്സവത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തളി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളത്ത് ഗജവീരന്റെ അകമ്പടിയോടെ മുതലക്കുളം മൈതാനത്തെത്തി. സാമൂതിരി PK കേരളവർമ്മരാജ പതാക ഉയർത്തി. പറമ്പിടി പുതുശ്ശേരി ഇല്ലം മോഹനൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. MP പ്രദീപ് കുമാർ, PS സജൻ, K ഉണ്ണികൃഷ്ണൻ, R ജയന്തകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദിവ്യസഞ്ചാരത്തിന്റെ 60 ആണ്ട് പൂർത്തിയാക്കുന്ന ഫാദർ ജോസ് പുളിക്കത്തറയുടെ പൗരോഹിത്യ വജ്ര ജൂബിലി ആഘോഷങ്ങൾ ഡിസംബർ 3 നടക്കും. അനുമോദന ചടങ്ങ് പാരിഷ് ഹാളിൽ മെത്രാപ്പൊലീത്ത വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജോസ് പുളിക്കത്തറയുടെ പൗരോഹിത്യ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ 3 ബുധനാഴ്ച രാവിലെ കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ സാന്നിധ്യത്തിൽ ആഘോഷമായ കുർബാന അർപ്പിക്കും. അതിരൂപതയിലെ പുരോഹിതരും സിസ്റ്റേഴ്സും അൽമായരും പുളിക്കത്തറയച്ചന്റെ ബന്ധുമിത്രാദികളും പങ്കെടുക്കും. തുടർന്ന് പാരിഷ് ഹാളിൽ വെച്ച് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കും. കോഴിക്കോട് അതിരൂപത വികാർ ജനറൽ മോൺ ജെൻസൺ പുത്തൻ വീട്ടിൽ അധ്യക്ഷനാകും. ചടങ്ങിൽ അതിരൂപത മെത്രാപ്പൊലീത്ത വർഗീസ് ചക്കാലക്കൽ പിതാവ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫാദർ ജോസ് പുളിക്കത്തറ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3-ാം തീയതി രാവിലെ 10:30 മണിക്ക് സെന്റ് ജോസഫ് സിറ്റി ദേവാലയത്തിൽ വെച്ച് അഭിമന്യ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരുപതയിലെ ബഹുമാനപ്പെട്ട വൈദികർ, സന്യസ്തര്, അൽമേര് എല്ലാവരും കൂടി ആഘോഷമായ താങ്ക്സ്ഗിവിംഗ് മാസ് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആഘോഷമായ ജൂബിലി അർപ്പിക്കുന്നതാണ്. വൈദിക ജീവിതം കഴിച്ച എല്ലാ പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവരൊക്കെ ഉണ്ടാവും. ആഘോഷമായ കുർബാന ആഘോഷമായിട്ട് അർപ്പിക്കുന്നതായിരിക്കും. ഈ അർപ്പണ വേളയിൽ അഭിമന്യ പിതാവ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ വചന പ്രഘോഷണം നടന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. LICയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് 3-4 തസ്തികകൾ നികത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ വനിതാ വിഭാഗം. കോഴിക്കോട് ഡിവിഷൻ വനിതാ കൺവെൻഷൻ ഡോക്ടർ ഷിലു ജാസ് ഉദ്ഘാടനം ചെയ്തു. LICയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് 3-4 തസ്തികകളിൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ വനിതാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഒട്ടേറെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും നിയമനത്തിന് തയ്യാറല്ലാത്ത LIC മാനേജ്മെന്റ് നടപടി യുവജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണെന്ന് പ്രമേയം വിലയിരുത്തി. കൺവെൻഷൻ ഡോക്ടർ M. ഷിലു ജാസ് ഉദ്ഘാടനം ചെയ്തു. അവരെന്താ പറയുന്നത്, അവരെന്താ ചിന്തിക്കുന്നത്, ഇതൊന്നും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അതേസമയം നമ്മൾ അവരെ കുറ്റപ്പെടുത്തരുത്. നമ്മൾ നമ്മുടെ നേരെ തന്നെയാണ് വിളിച്ചു കൊണ്ടിട്ടത്. ജെൻസിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ആൽഫ ജനറേഷന്റെ ഇടപെടൽ നമ്മൾ ഫ്ലഡിന്റെ കാലത്ത് കണ്ടതാണ്. ഇത്ര എഫക്റ്റീവ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്തെന്നറിയോ. അവർ ആപ്പുകൾ ഉണ്ടാക്കിയിട്ട് വെള്ളം കയറിയ സ്ഥലങ്ങൾ മാപ്പ് ചെയ്ത് ആ ലൊക്കേഷൻസ് മാപ്പ് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്ത് വാട്സപ്പിലൂടെയും ഇൻസ്റ്റയിലൂടെയും ടെലിഗ്രാമിലൂടെയും അത് സ്പ്രെഡ് ചെയ്തിട്ട് ദ്രുതഗതിയിൽ ആ സ്ഥലത്തെത്തിയിട്ട് വനിതാ സബ് കമ്മിറ്റി കൺവീനർ ടി ബിന്ദു, PP കൃഷ്ണൻ, MJ ശ്രീറാം, K രേഖ, ദിപ്ന ദിനേശ്, KP ബിന്ദു, PM ബീന, NB പ്രമീള, P രജില, PK ഭാഗ്യബിന്ദു, ബിന്ദു ശങ്കർ, M വിജിഷ, NP ശ്രീലത, K നിഷ, CH സപ്ന, VK ഷഹാന എന്നിവർ പ്രസംഗിച്ചു. AD പൂർണിമ, PK ഭാഗ്യബിന്ദു, VK ഷഹാന എന്നിവരടങ്ങിയ പ്രസീഡിയം കൺവെൻഷൻ നടപടികൾ നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബീച്ച് ഫയർ സ്റ്റേഷൻ പുനർനിർമ്മാണം ഉടൻ നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. അഗ്നിരക്ഷാ സേന അംഗബലം വർദ്ധിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ പുനർനിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് C. ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി MK അയ്യപ്പൻ എന്നിവർ ആവശ്യപ്പെട്ടു. അണ്ടർപാസിലെ സ്ഥലം ഉപയോഗപ്പെടുത്തി നിശ്ചിത അകലം പാലിച്ച് ഫയർ യൂണിറ്റുകൾ സ്ഥാപിക്കണമെന്നും അഗ്നിസേന അംഗബലം വർദ്ധിപ്പിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും അവർ ഉന്നയിച്ചു. ഫയർ സ്റ്റേഷൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതുക്കി പണിതിട്ടത് മാത്രമല്ല, ബീച്ച് ഫയർ സ്റ്റേഷനിലെ പല ഫയർ യൂണിറ്റുകളും നരിക്കുനി, വെള്ളിമാട് കുന്ന്, അതുപോലെ സമീപ പ്രദേശത്തിൽ മാറ്റിയിരിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ബീച്ച് ഫയർ സ്റ്റേഷൻ പെട്ടെന്ന് പുതുക്കി പണികയും ആ പണി തീരുന്നവരെ താൽക്കാലികമായ ഫയർ സ്റ്റേഷൻ എത്രയും നേരത്തിൽ അനുയോജ്യ സ്ഥലത്ത് സ്ഥാപിക്കണമെന്നാണ് അഭ്യർത്ഥന. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പോലീസ് സർവീസിൽ നിന്നും വിരമിച്ചവർ ബേപ്പൂരിൽ ഒത്തുകൂടി. DYSP മുതൽ SI വരെ റാങ്കിൽ ജോലി ചെയ്ത് വിരമിച്ച 129 പേരാണ് ഓർമ്മകൾ പങ്കുവച്ച് പരിപാടിയിൽ പങ്കെടുത്തത്. 1990-ൽ മലപ്പുറം ക്ലാരി പരിശീലന ക്യാമ്പിൽ നിന്ന് പോലീസ് സർവീസിൽ എത്തി വിരമിച്ചവർ ഒത്തുകൂടി. DYSP മുതൽ SI വരെയുള്ള റാങ്കിൽ വിരമിച്ച സേനാംഗങ്ങളാണ് സർവീസ് അനുഭവം പങ്കിട്ട് സംഗമിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 129 പേർ പങ്കെടുത്തു. സ്റ്റേറ്റ് കോർഡിനേറ്റർ M. ജോൺ തിരുവനന്തപുരം അധ്യക്ഷത വഹിച്ചു. അതിപ്പോ 6ാമത്തെ കൂട്ടായ്മയായി നിൽക്കുമ്പോഴും ഇതുവരെ 116ൽ നിന്ന് താഴെ പോകാതെ മുകളിലോട്ട് തന്നെ നിലനിന്നു പോകുന്ന ഒരേ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ക്ലാരി ട്രെയിനിങ്ങിന്റെ കൂട്ടായ്മ. അതിൽ യാതൊരു സംശയമില്ല, വ്യക്തമായി. കാരണം 2 കമ്പനികൾ നടത്തുന്ന ഒരു ടീം കൂടെ ഉള്ളൂ. അവർക്ക് പോലും 80 കൂടുതലില്ല. പിന്നെ ഒരു കമ്പനി ബേസിൽ മാത്രമാണ് അവർ നടത്തുന്നത്. അവർ പോലും 40-ഉം 45-നും അകത്ത് മാത്രം നിൽക്കുന്നതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് ഏതൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വിജയം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അത് നല്ല രീതിയിൽ തന്നെ. CK ഗിരീശൻ, A. വിശ്വനാഥൻ നമ്പ്യാർ, KK രാജേഷ്, N. രാമകൃഷ്ണൻ കണ്ണൂർ,
MP അബൂബക്കർ, K ബാബു ചേർത്തല, S ശ്രീകുമാർ കൊല്ലം, G ശിവപ്രസാദ്, A ഷിയാസ് ഖാൻ, സാജൻ K ജോർജ് എറണാകുളം എന്നിവർ പ്രസംഗിച്ചു. സർവീസിലെ രസകരമായ ഓർമ്മകൾ പങ്കിട്ടു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നോർത്ത് മലബാർ ട്രാവൽ ടൂറിസം മാർട്ട് 2025 ശ്രദ്ധേയമായി. കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രത്യേക വേദിയിൽ നടന്ന പരിപാടി പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് വെള്ളങ്ങൽ നേതൃത്വം നൽകി. The travel tourism industry. Today we are at Kannur Airport in connection with the North Malabar Travel and Tourism Mart Bazaar, and today Mr. Manoj and his team is here. നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷനും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായാണ് കണ്ണൂരിൽ ട്രാവൽ ടൂറിസം മാർട്ട് സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ടൂറിസം കമ്പനികളും ടൂർ ഓപ്പറേറ്റർമാരും ആയുർവേദ ആശുപത്രികളും വെൽനസ് സെന്ററുകളും മറ്റ് പ്രതിനിധികളും പങ്കെടുത്ത B2B മീറ്റും നടന്നു. പരിപാടികൾ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ എയർപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ദിനേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് TK രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CEO സിജി നായർ, സെക്രട്ടറി C അനിൽകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. നാടൻ കലകൾ, തെയ്യം, തിറ, കോൽക്കളി, ഒപ്പന, തിരുവാതിര, കളരിപ്പയറ്റ് തുടങ്ങിയവ പരിപാടികൾക്ക് കൊഴുപ്പേകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കർപ്പൂര ദീപ പ്രഭയും കർപ്പൂര സുഗന്ധവും പവിത്രമാക്കിയ സന്ധ്യയിൽ ഭഗവാന് കർപ്പൂരാഴി ഒരുക്കി ഭക്തജനങ്ങൾ. അടാട്ട് അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ 100 കണക്കിന് ഭക്തർ പരിപാടിയിൽ പങ്കെടുത്തു. കർപ്പൂരപ്രിയനായ അയ്യപ്പന് ഭക്തർ അർപ്പിക്കുന്ന ദീപാഞ്ജലിയാണ് കർപ്പൂരാഴി. കർപ്പൂര ദീപം തെളിയിച്ച് ഭക്തർ ചുവട് വെച്ചുകൊണ്ടാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. കർപ്പൂര ദീപം തൊട്ടുതൊഴുതും കർപ്പൂരം കത്തിച്ചും കർപ്പൂരം ഇരുപിടിക്കെട്ടിൽ കരുതിയുമാണ് അയ്യപ്പന്മാർ മാലയിടുന്നതും മല ചവിട്ടുന്നതും. അഖില ഭാരതീയ അയ്യപ്പ സേവാസേനയുടെ ആഭിമുഖ്യത്തിലാണ് കർപ്പൂരാഴി മഹോത്സവം നടന്നത്. ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്നും ശ്രീ അടാട്ട് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് താളമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ നടന്ന കർപ്പൂരാഴിയിൽ മാളികപ്പുറങ്ങളും അയ്യപ്പ സ്വാമിമാരും അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. രക്തരേഖ എന്ന ചിത്രത്തിന്റെ പൂജയും ടൈറ്റിൽ ലോഞ്ചും കോഴിക്കോട്ട് നടന്നു. റെയിൻബോ എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ചിത്രം ബിസ്മിത്ത് നിലമ്പൂരാണ് സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് പുരോഗമിക്കുകയാണ്. പ്രമുഖ താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങളും അഭിനയിക്കുന്ന രക്തരേഖ എന്ന ചിത്രത്തിന്റെ പൂജയും ടൈറ്റിൽ ലോഞ്ചും കോഴിക്കോട് ചേംബർ ഭവനിൽ വെച്ച് നടന്നു. VM വിനു, സന്തോഷ് കീഴാറ്റൂർ, നവാസ് വള്ളിക്കുന്ന്, നിർമ്മൽ പാലാഴി, വിനോദ് കോവൂർ, MLA അഹമ്മദ് ദേവർകോവിൽ, ദാസേട്ടൻ കോഴിക്കോട്, ഡോക്ടർ രജിത് കുമാർ, M സജീഷ്, അപ്പുണ്ണി ശശി,
ഡയറക്ടർ ബിസ്മിത് നിലമ്പൂർ, പ്രദീപ് ബാലൻ, വിനോദ് കോഴിക്കോട്, വിജയൻ കാരന്തൂർ, ജയരാജ് കോഴിക്കോട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റെയിൻബോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ബിസ്മിത് നിലമ്പൂരാണ്. ബിസ്മിത്, ജാസ്മിൻ ജാസ്, നിനേഷ് വി മണി എന്നിവർ ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ജിതിൻ നാരായണൻ, മ്യൂസിക് ആൻഡ് BGM സാജൻ കെ റാം, DOP ലിബിൻ നാരായണൻ, പ്രൊഡക്ഷൻ ഇൻചാർജ് പ്രശാന്ത് കക്കോടി, മേക്കപ്പ് റഷീദ് അഹമ്മദ്, ആർട്ട് മുരളി ബേപ്പൂർ, കോസ്റ്റ്യൂം അസനിയ നസ്രിൻ, സ്റ്റിൽ അനിൽ വന്ദന, PRO സുനിത സുനിൽ, ഡിസൈൻസ് M സജീഷ്. ചിത്രത്തിന്റെ താരനിർണയം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുർത്താൽ മ്യൂസിക് ക്ലബിന്റെ 1ാം വാർഷികാഘോഷം കോഴിക്കോട്ട് നടന്നു. ടൗൺ ഹാളിൽ നടന്ന പെഹ്ലി ബാർ എന്ന പരിപാടി സംഗീത സംവിധായകൻ E പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. സുർത്താൽ മ്യൂസിക് ക്ലബിന്റെ 1ാം വാർഷികാഘോഷമായ പെഹ്ലി ബാർ ടൗൺ ഹാളിൽ പ്രമുഖ സംഗീത സംവിധായകൻ E പ്രേംകുമാർ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. മുകേഷ് അധ്യക്ഷത വഹിച്ചു. കെൻസ ബാബു, ഹൻസ ജയന്ത്, ജയന്ത് കുമാർ, ജാഫർ കാലിയത്ത്, ഇംതിയാസ് എന്നിവർ സംസാരിച്ചു. പൂർണിമ മേനോൻ സ്വാഗതവും സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു. പ്രേംകുമാർ ചിട്ടപ്പെടുത്തിയ സ്വാഗത ഗാനാലാപനത്തോടെ ഗാനസന്ധ്യ അരങ്ങേറി. മുഹമ്മദ് റഫി, കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ, ജാനകി, യേശുദാസ്, SP ബാലസുബ്രഹ്മണ്യം തുടങ്ങിയ ഗായകരുടെ 30-ലധികം ഗാനങ്ങൾ കോർത്തിണക്കിയായിരുന്നു ഗാനസന്ധ്യ. സുശാന്ത്, ജാഫർ, മർവാൻ, വിനോദ്, സക്കീർ ഹുസൈൻ, ഷോണ, ജിഷ പ്രകാശ്, അനുശ്രീ, മഞ്ജു, ഇംതിയാസ്, പൂർണിമ, അജിത്ത് തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SDPIയുമായോ ജമാഅത്തെ ഇസ്ലാമിയുമായോ ഇടതുപക്ഷം ഒരു കാലത്തും ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDFനെ പരാജയപ്പെടുത്തുക എന്നതാണ് CPMഉം BJPയും തമ്മിലുള്ള അന്തർധാരയെന്ന് രമേശ് ചെന്നിത്തല. ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ പ്രസിദ്ധമായ മാനാഞ്ചിറ അയ്യപ്പൻ വിളക്ക്. അറുപതാണ്ട് പൂർത്തിയാക്കുന്ന ഫാദർ ജോസ് പുളിക്കത്തറയുടെ പൗരോഹിത്യ വജ്രജൂബിലി ആഘോഷങ്ങൾ ഡിസംബർ 3-ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.